മൊഴി എന്നീ പയ്യൻ റോട്ടിൽ വെച്ച് കോളേജിൽ അവൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. അവൻ പെട്ടെന്ന് അവന്റെ ഭാര്യയെ വിളിച്ച് കാര്യം പറഞ്ഞതും അവൾ അവനോട് ആ പെൺകുട്ടിയോട് ധൈര്യത്തോടെ ചെന്ന് സംസാരിക്കാൻ പറഞ്ഞു. കാരണം ഓൾറെഡി അവന്റെ കല്യാണം കഴിഞ്ഞ് അവനൊരു ഭാര്യയും കുട്ടിയുമുണ്ട്. അതുപോലെ തന്നെ തീർച്ചയായും ആ പെൺകുട്ടിയുടെ കല്യാണവും കഴിഞ്ഞിരിക്കും. കുറച്ച് നാണത്തോടെയാണെങ്കിലും പിറ്റേ ദിവസം അവൻ ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ചെന്നു. മൊഴിയെ കണ്ടതും ആ പെൺകുട്ടിക്കും വളരെ സന്തോഷമാകുന്നു. നീ എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് അവൾ ചോദിച്ചതും കോളേജ് കഴിഞ്ഞ് ജോലിയൊന്നും ലഭിക്കാത്തത് കാരണം അവിടുത്തെ ഒരു ചായക്കടയിലാണ് അവൻ ജോലി ചെയ്യുന്നതെന്ന് പറയുന്നു. പക്ഷേ ഒരു പോലീസുകാരനായവൻ ആ ഗ്രാമത്തിലൊരു വലിയ റൗഡിയെ കൊല്ലാൻ വേണ്ടി വേഷം മാറി മഫ്തിയിൽ വന്നതാണ്. അന്ന് വൈകുന്നേരം ആ പെൺകുട്ടി അവനെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നു. ആദ്യം അവൻ അതിന് സമ്മതിച്ചില്ലെങ്കിലും നിർബന്ധം കാരണം അവൻ ചെന്ന് നോക്കിയാൽ അവൻ കൊല്ലാൻ വന്ന ഒരു റൗഡി ആ ഒരു പെൺകുട്ടിയുടെ ഭർത്താവാണ്. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ആ ഒരു റൗഡി ശീലത്തിന്റെ പുറത്ത് തോക്കെടുത്ത് ടേബിളിൽ വെക്കുന്നു. ഇത് കണ്ട് ആ പയ്യന്റെ കൈയും തോക്കെടുക്കാൻ പിന്നിലേക്ക് പോയത് കണ്ടതോടെ ആ ഒരു റൗഡിക്കും കാര്യം മനസ്സിലായി. അയാൾ ആ പയ്യനെ തനിയെ വിളിച്ച് നിന്റെ പോലീസ് ജോലി തീരുന്നത് വരെ നീ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കണ്ട് ഷോക്കായവൻ പെട്ടെന്ന് തോക്കെടുക്കാൻ നോക്കിയതും അയാൾ അവനെ തടഞ്ഞ് എന്നെ കൊന്നിട്ട് നിനക്ക് ഇവിടെ നിന്നും ജീവനോടെ പുറത്തേക്ക് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു.